അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട ഏറ്റവും മഹത്വമുള്ള ഒരു സുന്നത്തായ അമലാണ് തക്ബീർ. ഷാഫിഈ മദ്ഹബ് പ്രകാരം രണ്ട് തരം തക്ബീറുകളാണ് സുന്നത്തായിട്ടുള്ളത്. ഒന്ന് മുർസലായ തക്ബീർ. മുർസലായ തക്ബീർ എന്നാൽ പെരുന്നാൾ രാവിൻ്റെ സൂര്യാസ്തമയ ശേഷം പള്ളികളിൽ, വീടുകളിൽ, വഴികളിൽ, മാർക്കറ്റുകളിൽ എന്നിങ്ങനെ എല്ലായിടത്തും പൊതുവായി ചൊല്ലേണ്ട തക്ബീറാണ്. നിസ്കാരശേഷം എന്ന ഉപാധിയില്ലാത്തത് കൊണ്ടാണ് ഇതിന് മുർസൽ എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ ഈ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. തുഹ്ഫ 351. 2 മുഖയ്യദായ തക്ബീർ. ഇത് നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട തക്ബീറാണ്. ദുൽഹിജ്ജ 9 മുതൽ, അതായത് നാം ഇപ്പോൾ നിലകൊള്ളുന്ന ഈ 16-ാം തീയതി മുതൽ 20-ാം തീയതി വ്യാഴാഴ്ച അസർ നിസ്കാരാനന്തരം വരെ, അസർ നിസ്കാരത്തോടു കൂടി അവസാനിക്കുന്ന തക്ബീറാണിത്. അയ്യാമത്തെ ശരീഖിൻ്റെ ദിവസങ്ങളിൽ, അതായത് ദുൽഹിജ്ജ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് സുന്നത്തായിട്ടുള്ളത്. ഇതിൽ ഫർദ് നിസ്കാരം, ജനാസ നിസ്കാരം, ആ ദിവസങ്ങളിൽ ഖളാ വീട്ടപ്പെടുന്ന നമസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, മറ്റു സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന വ്യത്യാസമില്ല. എല്ലാത്തിനും ശേഷം സുന്നത്ത് തന്നെയാണ്. തുഹ്ഫ 353. ഈ പ്രത്യേക തക്ബീറുകൾ നിസ്കാരശേഷമുള്ള ദിക്റുകളെക്കാൾ മുന്തിക്കലും സുന്നത്താണ്. എന്നാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തക്ബീർ ചൊല്ലാൻ ഒരാൾ മറന്നാൽ പിന്നീട് ഓർക്കുമ്പോൾ ചൊല്ലണം. സമയം നീണ്ടുപോയി എന്നതുകൊണ്ട് തക്ബീറുകൾ നഷ്ടപ്പെടുന്നതല്ല. ഹനഫി മദ്ഹബിൽ ദുൽഹിജ്ജ 9 മുതൽ ദുൽഹിജ്ജ 13 വരെയുള്ള അയ്യാമത്ത് ശരീഖിൻ്റെ ദിവസങ്ങളിൽ ഈ തക്ബീർ വാജിബാണ്. ഈ തക്ബീർ നിസ്കാരത്തിൻ്റെ അനുബന്ധമായി സലാം വീട്ടിയ ഉടനെയാണ് ചൊല്ലേണ്ടത്. അതനുസരിച്ച് നിസ്കാരത്തിൻ്റെ പവിത്രതയോടെ വേണം തക്ബീർ ചൊല്ലാൻ. അപ്രകാരം സലാമിൻ്റെയും തക്ബീറിൻ്റെയും ഇടയിൽ മറ്റൊന്ന് കൊണ്ട് വിട്ടുപിരിക്കരുത്. പൊട്ടിച്ചിരിക്കുക, മനഃപൂർവ്വം അശുദ്ധി ഉണ്ടാക്കുക, മനഃപൂർവ്വമോ അല്ലാതെയോ സംസാരിക്കുക, പള്ളിയിൽ നിന്ന് പുറത്തു പോകുക എന്നിവയൊന്നും പാടില്ല. ഇക്കാരണങ്ങളാൽ തക്ബീർ നഷ്ടപ്പെടുന്നതാണ്, അഥവാ മനഃപൂർവ്വം ചെയ്താൽ കുറ്റക്കാരനാവുന്നതാണ് എന്ന് സാരം. ത്വഹ്താവി 294. എന്നാൽ മനഃപൂർവ്വം അല്ലാതെ അശുദ്ധി ഉണ്ടായാൽ ശുദ്ധി വരുത്താതെ തന്നെ തക്ബീർ ചൊല്ലാവുന്നതാണ്. കിബിലയെ തൊട്ട് തിരിഞ്ഞാൽ പറ്റുമോ എല്ലയോ എന്നതിൽ 2 അഭിപ്രായം വന്നിട്ടുണ്ട്. ഇത്രയേറെ മഹത്തമായ സൽക്കർമ്മമാണ് തക്ബീർ ചൊല്ലൽ. ഇത് ഖുർആനും ഹദീസും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയുള്ള ദിനരാത്രങ്ങളിൽ തക്ബീറുകളാൽ മുഖരിതമാകട്ടെ അന്തരീക്ഷങ്ങൾ. വീടുകളിലും പറമ്പുകളിലും കമ്പോളങ്ങളിലും ബലിമൃഗങ്ങളെ കാണുമ്പോഴും നിസ്കാരത്തിന് ശേഷവും ഒക്കെ തക്ബീറുകൾ കൊണ്ട് നമ്മുടെ നാവുകൾ ചലിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.